രാജിവെച്ചാൽ തന്നെ അത് താൽക്കാലിക പരിഹാരമല്ലല്ലോ, നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയല്ലേ യഥാർത്ഥ പരിഹാരം എന്നാണ് പല ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യം. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി നൽകിയിരിക്കുന്ന 60 സ്ത്രീകൾ, അവരിൽ ഉൾപ്പെടാത്തവരാണ് ഇന്ന് ഇപ്പോ ഈ പരാതി ആയി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ രഞ്ജിത്തിനെതിരെയുള്ള പരാതി, അൻസിബ പറഞ്ഞ പരാതി, ശ്വേത മേനോൻ പറഞ്ഞ പരാതി, ഇതൊക്കെ തന്നെ ഇതുപോലെ എത്ര പേരുടെ പരാതിയാണ് ഇനി കേൾക്കാൻ പോകുന്നത്? എത്ര പേർ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നു? എത്ര പേർക്ക് അവസരം നഷ്ടപ്പെട്ടവരുണ്ട്? നടന്മാർ എത്ര പേർക്ക് അവസരം നഷ്ടപ്പെട്ടവരുണ്ട്? ഇതൊക്കെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ശക്തി കേന്ദ്രങ്ങൾ, ചില സിനിമാ മേഖലയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അധോലോക ശക്തികളുണ്ട്. ആ ശക്തികളുടെ എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും ഈ സിനിമാ രംഗത്ത് നിന്നും പുറത്തു പോയത്. സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ശ്വേത മേനോൻ പോലും ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരെ 8 9 സിനിമകളിൽ അഭിനയിക്കാൻ അവസരം നൽകാതെ മാറ്റി നിർത്താൻ ഈ പവർ ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആരാണ്, എന്താണ് എന്ന് പറയുമ്പോൾ അത്തരം ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് അമ്മ പറയുന്നു. അതുപോലെ ആ സംഘടന പറയുന്നു, ആ സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നു. അപ്പോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഇവിടെ സംഭവിച്ചത് അതൊക്കെ ഏകദേശം കാര്യം ശരിയാണ് എന്ന് പറയുന്ന തരത്തിലാണ് ഇന്നലെ സിദ്ദിഖ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, പരാതി കിട്ടിയാൽ ഞങ്ങൾ അത് പരിശോധിക്കുമെന്ന്. പരാതി കിട്ടിയാൽ അമ്മയ്ക്ക് പരിശോധിക്കാൻ പറ്റില്ല, ആ സംഘടനയ്ക്ക് പരിശോധിക്കാൻ പറ്റില്ല. ആ സംഘടന എന്ത് ചെയ്യും? സംഘടന ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രമുഖനായ നടനോ സംവിധായകനോ നടിക്കോ എതിരെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഈ 15 അംഗ സംഘത്തിനെതിരെ പോലീസിൽ കേസ് കൊടുക്കില്ല. അത്തരം ധൈര്യമൊന്നും അവർ കാണിക്കില്ല. കാരണം അവർക്കും നിലനിൽപ്പിന്റെ കാലമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കൃത്യമായി വടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് ഈ മേഖലയെ ശുദ്ധീകരിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ സർക്കാർ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് അതിശക്തമായ നടപടിയെടുക്കണം. ആ നടപടി ചെറുതായിരിക്കാൻ പാടില്ല. ആരാണോ കുറ്റക്കാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരാണോ പ്രമുഖരായി പറയുന്നത്, അവർക്കെതിരെ നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറായാൽ സർക്കാരിന് മുഖം രക്ഷിക്കാനാവും. ഇപ്പോഴുണ്ടാകുന്ന ആരോപണങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതേസമയം രഞ്ജിത്തിനെ പോലെയുള്ള ചൂഷകരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ വില സർക്കാർ നൽകേണ്ടതായി വരും. വൃന്ദ.